ഹലോ ചിൽഡ്രൻ, വെൽക്കം ടു മൈ ക്ലാസ്. +1 ഹിന്ദി ക്ലാസ്സിലെ അനുതാപ് എന്ന ചാപ്റ്റർ പഠിക്കാം. हिंदी के प्रमुख लेखक सुगेश साहनी की एक लघु कथा है അനുതാപ്. അനുതാപ് ഒരു ലഘുകഥയാണ്. ഇതിൻ്റെ ലേഖകൻ സുഗേഷ് സാഹ്നിയാണ്. അനുതാപ് അസ്ലം എന്ന ഒരു റിക്ഷാക്കാരൻ്റെ കഥയാണ്. പതിവ് പോലെ അസ്ലമിൻ്റെ റിക്ഷയും പ്രതീക്ഷിച്ച് നിന്ന ഒരു യാത്രക്കാരന് മുന്നിൽ ഒരു റിക്ഷാ വണ്ടി വന്നു നിന്നു. എന്നിട്ട് ആ റിക്ഷാക്കാരൻ യാത്രക്കാരനോട് പറഞ്ഞു, ബാബുജി ആയിയെ മീൻ പഹുഞ്ചായി ദേത്താ ഹും. ഏക് റിക്ഷേ വാലേ നെ ഉസ്കെ നസ്ദീക് ആക്കർ കഹാ. ആ റിക്ഷാക്കാരൻ യാത്രക്കാരനോട് പറഞ്ഞു, സാർ വരൂ, ഞാൻ താങ്കളെ കൊണ്ടുവിടാം. അസ്ലം അബ് നഹീ മായേഗാ, ക്യാ ഹുവാ ഉസ്കോ? रिक्शे में बैठते हुए उसने लापरवाही से पूछा. पिछले 4-5 दिनों से असलम ही उसे दफ्तर पहुंचाता रहा था. തൻ്റെ മുന്നിൽ വന്നു നിന്ന റിക്ഷയിൽ കയറവേ യാത്രക്കാരൻ റിക്ഷാവാലയോട് ചോദിച്ചു, അസ്ലം ഇനി വരില്ലേ? എന്താ അസ്ലമിന് സംഭവിച്ചത്? കഴിഞ്ഞ 4-5 ദിവസമായി ഈ അസ്ലമാണ് യാത്രക്കാരനെ ഓഫീസിൽ എത്തിച്ചിരുന്നത്. യാത്രക്കാരൻ്റെ ചോദ്യം കേട്ട് റിക്ഷാക്കാരൻ പറഞ്ഞു, ബാബുജി അസ്ലം നഹീ രഹാ. റിക്ഷാക്കാരൻ പറഞ്ഞു, സർ, അസ്ലം ഇനിയില്ല, ഈ ലോകത്തു നിന്നും വിട പറഞ്ഞു. ക്യാ ഉസേ ഷോക്ക് സാ ലഗാ, കൽ തോ ഫലാ ചംഗാ താ. അസ്ലമിൻ്റെ മരണവാർത്ത യാത്രക്കാരന് വളരെ വിഷമമുണ്ടാക്കി. ഇന്നലെയും ഞാൻ അസ്ലമിനെ കണ്ടതാണല്ലോ, ഒരു പ്രശ്നവുമില്ലായിരുന്നല്ലോ എന്ന് യാത്രക്കാരൻ ചിന്തിച്ചു. ഉസ്കെ ദോനോ ഗുർദോ മീം ഖരാബി थी. डॉक्टर ने रिक्शा चलाने से मना कर रखा था. उसकी आवाज़ में गहरी उदासी थी. कल आपको दफ्तर पहुंचा कर लौटा तो पेशाब बंद हो गया था. अस्पताल ले जाते समय उसने रास्ते में ही दम तोड़ दिया था. റിക്ഷാക്കാരൻ വളരെ വിഷമത്തോട് പറഞ്ഞു, അസ്ലമിന് 2 കിഡ്നിയും തകരാറിലായിരുന്നു. ഡോക്ടർ അസ്ലമിനോട് റിക്ഷ ചവിട്ടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്കളെ ഓഫീസിൽ എത്തിച്ചിട്ട് മടങ്ങി വരുന്ന വഴിയിൽ അസ്ലമിന് മൂത്രതടസ്സമുണ്ടാകുകയും അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴിയിൽ മരണം സംഭവിക്കുകയും ചെയ്തു. ആകെ വ കുച്ച് നഹീ സുൻ സകാ. एक सन्नाटे ने उसे अपने आगोश में ले लिया. कल की घटना उसकी आंखों के आगे सजीव हो उड़ी. പിന്നെ ആ യാത്രക്കാരന് റിക്ഷാക്കാരൻ പറയുന്നതൊന്നും കേൾക്കാനേ കഴിഞ്ഞില്ല. ഇന്നലെ നടന്ന സംഭവം അദ്ദേഹത്തിന് ഓർമ്മ വന്നു. रिक्शा नडरल टाकिस पार कर बड़े ढाकानी की ओर जा रहा था. रिक्शा चलाते हुए असलम धीरे धीरे कराग रहा था. बीच बीच में एक हाथ से पेट पकड़ लेता था. सामने डाक बंगले तक चढ़ाई ही चढ़ाई थी. കഴിഞ്ഞ ദിവസം റിക്ഷ നടരാജ് തിയേറ്റർ കഴിഞ്ഞ് മെയിൻ പോസ്റ്റ് ഓഫീസിലേക്ക് പോവുകയായിരുന്നു. റിക്ഷ ചവിട്ടുമ്പോൾ തന്നെ അസ്ലം കിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് കൈകൊണ്ട് വയറ്റിൽ പിടിച്ചിരുന്നു. ഇനി പോസ്റ്റ് ഓഫീസ് വരെ വലിയൊരു കയറ്റമായിരുന്നു. അസ്ലമിൻ്റെ അവസ്ഥ കണ്ട് യാത്രക്കാരൻ ആ റിക്ഷയിൽ നിന്ന് ഒന്ന് ഇറങ്ങാൻ അദ്ദേഹം ഒന്ന് ചിന്തിച്ചു. एक बार भी उसकी इच्छा हुई थी कि रिक्शे से उतर जाए. अगले ही क्षण उसने खुद को समझाया था, रोज़ का मामला है, कब तक उतरता रहेगा. ये लोग नाडफी खूब कर लेते हैं, इनके साथ हमदर्दी जताना बेवकूफ़ी होगी. അസ്ലമിൻ്റെ ബുദ്ധിമുട്ട് കണ്ട് യാത്രക്കാരൻ റിക്ഷയിൽ നിന്ന് ഇറങ്ങാൻ ഒന്ന് ചിന്തിച്ചു. പെട്ടെന്ന് അദ്ദേഹം സ്വയം ചിന്തിച്ചു, എന്നുമുള്ള പ്രശ്നമല്ലേ, ഈ കയറ്റം എത്തുമ്പോൾ എനിക്കിനി എന്നും ഇറങ്ങേണ്ടതായി വരത്തില്ലേ? റിക്ഷാക്കാരെ വിശ്വസിക്കാനേ കഴിയില്ല. ചിലപ്പോൾ ഇത് അവരുടെ നാടകമായിരിക്കാം. അവരോട് സിമ്പതി കാണിക്കുക എന്നത് നമ്മുടെ മണ്ടത്തരമാണ്. അനാപ് ശനാപ് പൈസ മാംഗ്തേ ഹേ, കുച്ച് കഹോ തോ സരയാം ഇജ്ജത്ത് ഉദ്ധാനെ पर आमादा हो जाते हैं. असलम रिक्शे से उतर पड़ा था. दाहिना हाथ गद्दे पर जमा कर चटाई पर रिक्शा खींच रहा था. वह बुरी तरह हाफ रहा था. गंजे सिर पर पसीने की नही नही बूंदें दिखाई देने लगी थी. ഈ റിക്ഷക്കാർ ഉയർന്ന കൂലിയാണ് ചോദിക്കുന്നത്. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ട എന്ന് ചിന്തിച്ചിരിക്കെ അസ്ലം റിക്ഷയിൽ നിന്ന് ഇറങ്ങി വലത് കൈ സീറ്റിൽ അമർത്തി പിടിച്ച് റിക്ഷ കയറ്റത്തിലേക്ക് വലിച്ച് കയറ്റുകയായിരുന്നു. അവൻ വളരെയധികം കിതയ്ക്കുന്നുണ്ടായിരുന്നു. നെറ്റിയിൽ നിന്നും വിയർപ്പ് തുള്ളികൾ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. കിസി കാർ കെ ഹോൺ സെ ചൗങ്ക് കർ വഹ് വർത്തമാൻ മീം ആ ഗയാ. रिक्शा तेज़ी से नटराज से डाक बंगले वाली चढ़ाई की ओर बढ़ रहा था. रुको,
एकाएक उसने रिक्शे वाले से कहा और रिक्शे के धीरे होते ही उतर पड़ा. ഒരു കാറിൻ്റെ ഹോണടി സൗണ്ട് കേട്ട് യാത്രക്കാരൻ പഴയ ഓർമ്മയിൽ നിന്നും തിരിച്ചു വന്നു. അപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്ന ആ റിക്ഷ കയറ്റത്തിലേക്ക് പോവുകയാണ്. പെട്ടെന്ന് തന്നെ യാത്രക്കാരൻ റിക്ഷക്കാരനോട് പറഞ്ഞു, ഒന്ന് നിർത്തൂ. रिक्शे वाला बहुत मजबूत कद का तीखा था. उसके लिए एक चढ़ाई कोई खास मायने नहीं रखती थी. उसने हैरानी से उसकी ओर देखा. वह किसी अपराधी की भांति सिर झुकाए रिक्शे के साथ साथ चल रहा था. യാത്രക്കാരൻ റിക്ഷയിൽ നിന്നും ഇറങ്ങി. ഈ പുതിയ റിക്ഷാവാല നല്ലൊരു ആരോഗ്യമുള്ളൊരു വ്യക്തിയായിരുന്നു. ഉറച്ച ശരീരമുള്ള വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഈ കയറ്റം നിഷ്പ്രയാസം കയറാൻ സാധിക്കുമായിരുന്നു. യാത്രക്കാരൻ്റെ വാക്ക് കേട്ട് റിക്ഷാക്കാരൻ അതിശയത്തോടു കൂടി അദ്ദേഹത്തെ നോക്കി. യാത്രക്കാരൻ ഒരു അപരാധിയെ പോലെ തല കുനിച്ച് റിക്ഷയോടൊപ്പം മുന്നോട്ട് നീങ്ങി. റിക്ഷാക്കാരനായ അസ്ലമിൻ്റെയും യാത്രക്കാരൻ്റെയും കഥ കേട്ടുവല്ലോ. സുകേഷ് സാഹ്നിയുടെ ലേഖകഥ അനതാപ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എല്ലാവരും സ്വാർത്ഥത ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കണം എന്ന് കൂടി ലേഖകൻ ഈ കഥയിൽ കൂടി ഉപദേശിക്കുന്നു.